അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് ചെല്ലുന്നു. തങ്ങളെ കാണുമ്പോൾ ഹബീബായ നബിയുടെ മുഖത്ത് വല്ലാത്ത സന്തോഷമുണ്ട്. നബി തങ്ങൾ സന്തോഷിച്ചിരിക്കുകയാണ്, നല്ല സന്തോഷത്തിലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, മാ റഅയ്തുക അത്യബ നഫ്സൻ വലാ അദ്ഹറ ബിശ്റൻ മിൻ യൗമിക ഹാദാ. ഇന്നത്തെ ദിവസം പോലെ മുഖത്ത് സന്തോഷമുള്ള ഒരു ദിവസം, മനസ്സിന് സന്തോഷം കാണുന്ന ഒരു ദിനം കണ്ടിട്ടില്ലല്ലേ നബിയെ? എന്താണിന്ന് ഇത്ര വലിയ സന്തോഷം? വമാലിയ ലാ തതീബു നഫ്സി വയദ്ഹറു ബിശ്രി. ഞാൻ സന്തോഷിക്കണ്ടേ, ഞാൻ ആനന്ദിക്കുന്ന ദിവസമല്ലേ ഇത്? വഇന്നമാ ഫാറഖനി ജിബ്രീലു അലൈഹിസ്സലാം അസ്സാഅ. ജിബ്രീൽ അലൈഹിസ്സലാം ഇപ്പോഴാ എൻ്റെ അടുത്ത് നിന്ന് ഇവിടുന്ന് പോയത്. എൻ്റെ അടുത്ത് വന്നിരുന്നു, എന്നോട് പറഞ്ഞു, യാ മുഹമ്മദു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയേ, മൻ സ്വല്ലാ അലൈക മിൻ ഉമ്മത്തിക സ്വലാത്തൻ, അങ്ങയുടെ മേൽ അങ്ങയുടെ ഉമ്മത്തികളിൽ നിന്ന് ആരെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലിയാൽ, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു സ്വലാത്ത് ചൊല്ലിയാൽ, കതബല്ലാഹു ലഹു ബിഹാ അശ്റ ഹസനാത്ത്, ആ ചൊല്ലിയ ആളുകൾക്ക് അല്ലാഹു 10 കൂലി അല്ലാഹു കൊടുക്കുകയാണ്. വമഹാ അൻഹു അശ്റ സയ്യിആത്ത്, കണ്ണുകൊണ്ട് ഹറാമിലേക്ക് നോക്കിയത്, വീഡിയോ ഫോട്ടോസ് നോക്കിയത്, അല്ലെങ്കിൽ അന്യ പെണ്ണുങ്ങളെ നോക്കിയത്, ഹറാമ് കണ്ടത്, നാവ് കൊണ്ട് ചെയ്തു പോയ ചില തെറ്റുകൾ, കണ്ണുകൊണ്ട് കാതുകൊണ്ട് ചെറുദോഷങ്ങളായി കിടക്കുന്ന തെറ്റുകളിൽ 10 ഒരു സ്വലാത്ത് കൊണ്ട് മായ്ച്ചു കളഞ്ഞു. സ്വലാത്ത് കൊണ്ട് 10 മായ്ച്ചു. 10 കൂലി അല്ലാഹു എഴുതി വെച്ചു. വറഫഅഹു ബിഹാ അശ്റ ദറജാത്തിൻ, അല്ലാഹു 10 സ്ഥാനം അവർക്ക് ഉയർത്തി കൊടുക്കുന്നു, അവരുടെ ദുനിയാവിലും അവർ ആഖിറത്തിലും. വഖാല ലഹുൽ മലകു മിസ്ല മാ ഖാല ലക്, അല്ലാഹുവിൻ്റെ റസൂലിനോട് പറയുകയാണ്, നബിയേ, മലക്ക് പറയും ഇതുപോലെ. ജിബ്രീൽ തങ്ങളോട് നബി ചോദിക്കുകയാണ്, വമാ ദാലിക്കൽ മലക്, ആ മലക്ക് എന്താ? ആരാ ജിബ്രീലേ ആ മലക്ക്? ഇന്നല്ലാഹ വക്കല ബിക മലകൻ മിൻ ലദുൻ ഖൽഖിക ഇലാ അൻ ബഅസക ലാ യുസല്ലി അലൈക അഹദുൻ മിൻ ഉമ്മതിക ഇല്ലാ ഖാൽ വഅൻത സ്വല്ലല്ലാഹു അലൈക. നബിയേ, അങ്ങയുടെ സൃഷ്ടിപ്പ് നടന്നത് മുതൽ അങ്ങേക്ക് വേണ്ടി ഒരു മലക്കിനെ അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ആ മലക്കിൻ്റെ ഒരൊറ്റ ഡ്യൂട്ടിയേ ഉള്ളൂ, ആരൊക്കെ അങ്ങയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ടോ അവരോട് മലക്ക് പറയും, വഅൻത സ്വല്ലല്ലാഹു അലൈക, അല്ലാഹു നിനക്കും റഹ്മത്ത് ചെയ്യട്ടെ എന്ന് മലക്കുകൾ അല്ലാഹുവിൻ്റെ റസൂലിന് വേണ്ടി സ്വലാത്ത് ചൊല്ലുമ്പോൾ മലക്ക് പറയാണ്, വഅൻത സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് എന്ന് പറയുമ്പോഴേക്കും വഅൻത സ്വല്ലല്ലാഹു, നിനക്ക് അല്ലാഹു നിനക്ക് റഹ്മത്ത് ചെയ്യട്ടെ. അള്ളാഹുവിൻ്റെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത്, അള്ളാഹു നിനക്ക് റഹ്മത്ത് ചെയ്യട്ടെ എന്ന് മലക്കുകൾ പറയാണ്. 10 സ്ഥാനം അല്ലാഹു ഉയർത്തുകയാണ്, 10 തെറ്റുകൾ അല്ലാഹു മായ്ച്ചു കളയാണ്, 10 ഹസനത്തുകൾ അല്ലാഹു രേഖപ്പെടുത്താൻ. ഹബീബാ നബിക്ക് ഒരു സ്വലാത്ത് ചൊല്ലുമ്പോൾ പിന്നെ മലക്കിൻ്റെ ഒരു പ്രാർത്ഥനയും വഅൻത സ്വല്ലാ അലൈക. നോക്കണേ, സ്വലാത്ത് ചൊല്ലുമ്പോഴും മലക്കുകൾ, അവരുമായുള്ള മലക്കുകളുടെ ലോകം മുഅ്മിനീങ്ങളുടെ മനുഷ്യരുടെ ലോകവുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. പുണ്യനബി തങ്ങളുടെ ഏറ്റവും സന്തോഷമുള്ള മുഖം കണ്ടു അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു. എന്തേ സന്തോഷിച്ചത്? നമ്മൾ സ്വലാത്ത് ചൊല്ലുമ്പോൾ നമുക്ക് അല്ലാഹു തരുന്ന കൂലി ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്തപ്പോൾ സന്തോഷിച്ചതാ. എനിക്ക് സന്തോഷിക്കേണ്ടേ? ഇന്ന് സന്തോഷിക്കേണ്ട ദിവസമല്ലേ? ജിബ്രീൽ വന്ന് പറഞ്ഞതാ, എൻ്റെ മേലൊരു സ്വലാത്ത് ചൊല്ലിയാൽ 10 ഹസനത്ത്, 10 സയ്യിആത്ത് അല്ലാഹു ഒഴിവാക്കും, 10 സ്ഥാനം അല്ലാഹു ഉയർത്തി കൊടുക്കും എൻ്റെ ഉമ്മത്തിന്. അള്ളാഹിൻ്റെ മലക്കിൻ്റെ വക ദുആയും വഅൻത സ്വല്ലല്ലാഹു അലൈക എന്ന് സ്വലാത്ത് ചൊല്ലിയവന് മലക്കിൻ്റെ വകയും ദുആണ്ട്. ഇതൊക്കെ എന്നോട് പറഞ്ഞെന്ന് പോയതല്ലേ, അപ്പം ഞാൻ സന്തോഷിക്കണ്ടേ? നോക്കണേ, ഹബീബ് സന്തോഷിച്ചത് ഉമ്മത്തിൻ്റെ വിഷയത്തിലാണ്. നമ്മുടെ ഈ ഉമ്മത്തിന് എന്തെങ്കിലും ഒരു ഗുണം കിട്ടുന്ന വിഷയം കണ്ടപ്പോൾ ഹബീബിന് സന്തോഷമാണ്. അതാണ് അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. അതാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിൻ്റെ സുഹ്ബത്തും അവിടുത്തെ ശഫാഅത്തും അല്ലാഹു നമുക്ക് നൽകട്ടെ.